Good morning. Welcome to KD Online Classes. നമ്മളിന്നിവിടെ +2 ഇംഗ്ലീഷ് സബ്ജക്റ്റിൽ ചാപ്റ്റർ 25 ബോലി എന്നുള്ള ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യുന്നത്. ആസ് യൂഷ്വൽ സമ്മറി എല്ലാവരും പഠിക്കുക. ഫസ്റ്റ് പാരഗ്രാഫിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വൈ ഡിഡ് ബോലി ടോക്ക് വെരി ലിറ്റിൽ? ഗിവ് ടു റീസൺ. എന്തുകൊണ്ടാണ് ബോലി എന്ന കുട്ടി വളരെ കുറച്ച് മാത്രം സംസാരിക്കുന്നത്? അതിന് രണ്ട് ഉദാഹരണം ഈ കഥയിൽ നിന്നും പറയാൻ. Bolly talked very little because she stammered while speaking. സംസാരിക്കുമ്പോൾ വിക്കൽ വരുന്നൊരു കുട്ടിയായിരുന്നു. വിക്ക് എന്നുള്ളൊരു അപ്പോൾ അത് ഒരു കാരണം. She developed inhibition. Secondly, she was laughed at and mimicked by the children. ഒന്നാമത്തെ കാര്യം സംസാരിക്കുമ്പോൾ വിക്കൽ വരും. രണ്ടാമത്തെ she was laughed at. എല്ലാ കുട്ടികളും അവളെ നോക്കി ചിരിക്കുകയും അതേപോലെ മിമിക് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവളെ പോലെ അതേപോലെ അനുകരിച്ച് സംസാരിക്കുകയും ചെയ്യും കുട്ടികൾ. ഈ രണ്ട് കാരണത്താൽ ആണ് ഈ കുട്ടി വളരെ കുറച്ച് മാത്രം സംസാരിച്ചിരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് കൈൻഡ് ഓഫ് ഫാർമർ രാംലാൽ വാസ്? വാട്ട് വാസ് ഹിസ് വറി അബൌട്ട് ബോലി? രാംലാൽ ബോലിയുടെ അച്ഛനാണ്. അദ്ദേഹം ഏത് തരത്തിലുള്ള ഒരു കൃഷിക്കാരനായിരുന്നു? അതേപോലെ ബോലിയെ കുറിച്ച് അവർക്ക് എന്തായിരുന്നു ബോലിയെ കുറിച്ചുള്ള ഒരു ടെൻഷൻ? രാംലാൽ വാസ് എ പ്രോസ്പെറസ് ഫാർമർ. ഒരു ഐശ്വര്യമുള്ള ഒരു കർഷകനായിരുന്നു അദ്ദേഹം. ഹി വാസ് വറീഡ് അബൌട്ട് ബോലീസ് മാരേജ് ആസ് ഷീ ഹാഡ് നൈദർ ഗുഡ് ലുക്സ് നോർ ഇന്റലിജൻസ്. അപ്പോൾ ബോലിയുടെ കല്യാണത്തെ കുറിച്ചാണ് അവർക്ക് എപ്പോഴും പ്രയാസം ഉണ്ടായിരുന്നത്. കാരണം കാണാനും അത്ര ഒരു ഭംഗിയൊന്നുമില്ല അവരുടെ ഭാഷയിലാണ്. അതേപോലെ അത്ര ബുദ്ധി ഒന്നും ഇല്ലാത്തൊരു കുട്ടിയാണ് എന്നാണ് അവർ കണക്കാക്കിയിരുന്നത് ഈ ബോലിനെ. വൈ ബോലി ഫെൽറ്റ് ഫ്രൈറ്റൻഡ് അറ്റ് ദ ഐഡിയ ഓഫ് ബീയിങ് ടേക്കൺ ടു സ്കൂൾ? ഗിവ് ടു റീസൺ. ബോലിനെ സ്കൂളിലാക്കുക എന്നുള്ള ഇത് വന്നപ്പോൾ ബോലിക്കാണ് ഏറ്റവും കൂടുതൽ പേടിയായത്. ഫ്രൈറ്റൻ എന്ന് പറഞ്ഞാൽ പേടിപ്പെടുക. എന്തുകൊണ്ടാണ് ബോലിക്ക് അങ്ങനെ പേടിയായത്? Bolly was frightened at the idea of being taken to school because she had no idea of what a school is, and she had seen earlier a cow being taken out of a house to be sold. അപ്പോൾ ബോലിക്ക് സ്കൂൾ എന്താന്ന് ഒരു ഐഡിയ ഇല്ല. സ്കൂൾ എന്താന്ന് പറഞ്ഞാലും കൂടി അറിയില്ല. അതുപോലെ ഇതിനു മുന്നേ വീട്ടിൽ നിന്ന് ഒരു സാധനത്തിനെ കൊണ്ടുപോയത് ഒരു പശുവിനെയാണ്. അതിനെന്താണ് വിൽക്കാൻ വേണ്ടിയിട്ടാണ് വീട്ടിൽ നിന്ന് കൊണ്ടുപോയത്. ഈ രണ്ട് കാരണത്താലാണ് ബോലി പേടിച്ചത് സ്കൂളിലാക്കുക എന്ന് പറഞ്ഞപ്പോൾ. അടുത്ത ക്വസ്റ്റ്യൻ, ന്യൂ ക്ലോത്ത്സ് ഹാഡ് നെവർ ബീൻ ഫോർ ബോലി. ദ ഓൾഡ് ഡ്രസ്സസ് ഓഫ് ഹെർ സിസ്റ്റർ വേർ പാസ്ഡ് ഓൺ ടു ഹെർ. വാട്ട് ലൈറ്റ് ഡസ് ദിസ് സ്റ്റേറ്റ്മെന്റ് റിഫ്ലക്ട് അബൌട്ട് ഹെർ പാരന്റ്സ് ബിഹേവിയർ? ഇപ്പൊ ബോലിക്ക് ഒന്നും പുതിയത് കിട്ടില്ലായിരുന്നു. അവളെ സഹോദരി ഇട്ട് ആ ഡ്രസ്സുകൾ മാത്രമാണ് ബോലിക്ക് കിട്ടിയിരുന്നത്. ഇതിൽ നിന്നും എന്താണ് അവരുടെ കുടുംബത്തിന് അല്ലെങ്കിൽ ഫാമിലിനെ കുറിച്ച് മനസ്സിലാവുന്നത്? ഷീ വാസ് നെഗ്ലക്റ്റഡ് ആൻഡ് ട്രീറ്റഡ് ആസ് എ സെക്കൻഡ് ഗ്രേഡ് മെമ്പർ ഇൻ ദ ഫാമിലി. അവളെ എല്ലാവരും അവഗണിക്കുന്ന ഒരു കൂട്ടത്തിലായിരുന്നു. അത് ഫാമിലിയിലെ ഒരു രണ്ടാം തരക്കാരിയായിട്ടാണ് അവരെ വീട്ടുകാർ തന്നെ ആ കുട്ടിയെ കണക്കാക്കിയിരുന്നത്. ഹെർ നീഡ്സ് ആൻഡ് ഇമോഷൻസ് were never given any consideration. അവളെ ആവശ്യങ്ങൾക്കോ അല്ലെങ്കിൽ അവളുടെ ഇമോഷൻസിനോ യാതൊരുവിധ പ്രാധാന്യവും ആ വീട്ടിൽ കൊടുത്തിരുന്നില്ല. ഇൻ അതർ വേർഡ്സ്, ബോലീസ് പാരന്റ്സ് ഹാഡ് ഡിസ്ക്രിമിനേഷൻ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ഹെർ. വേർതിരിവ് കാണിച്ചിരുന്നു അവരുടെ പാരന്റ്സ്. എല്ലാ കുട്ടികളും ഒരേപോലെ അല്ല അവരുടെ പാരന്റ്സ് നോക്കിയിരുന്നത്. ബോലിയുടെ സിസ്റ്റേഴ്സിനെയും ഒരേപോലെ എല്ലാവരും നോക്കിയിരുന്നത്. വേർതിരിവ് കാണിച്ചിരുന്നു. ഹൗ ഫൈനലി രാംലാൽസ് വൈഫ് അഗ്രീഡ് ടു സെൻഡ് ബോലി ടു സ്കൂൾ. അവസാനം രാംലാലിന്റെ ഭാര്യ ബോലിയെ സ്കൂളിലേക്ക് പറഞ്ഞയക്കാൻ സമ്മതിച്ചു. അത് എങ്ങനെയാണ് അങ്ങനെ മൂടിയത്? രാംലാൽസ് വൈഫ് സജസ്റ്റഡ് ഹിം ടു സെൻഡ് ബോലി ബിക്കോസ് ഇറ്റ് വുഡ് സാറ്റിസ്ഫൈ തഹസിൽദാർ, and secondly, Bolly, being with ugly face and little sense, had very little chance to get married. ഒന്നാമത്തെ കാര്യം തഹസിൽദാറിനെ സംതൃപ്തിപ്പെടുത്താനും രണ്ടാമത്തെ കാര്യം എന്തായാലും ബോലി കാണാനും അത്ര ഭയങ്കര
ഒന്നുമല്ല, കാണാനും ഭയങ്കര മനോഹരമൊന്നുമില്ല, അതുപോലെ തന്നെ ബുദ്ധിയും കുറവാണ്. അപ്പൊ എന്തായാലും പെട്ടെന്നൊന്നും കല്യാണം കഴിച്ചു പോവില്ല എന്നാണ് ആ സ്ത്രീ കരുതിയിരുന്നത്. ഇത് കഥയുടെ ആസ്പദമാക്കി മാത്രമാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. അടുത്ത ചോദ്യം, വാട്ട് ചേഞ്ചസ് ഹാഡ് കം ഇൻ ദ വില്ലേജ്? വില്ലേജില് അവരുടെ ഗ്രാമത്തിൽ എന്ത് മാറ്റമാണ് വന്നത്? ദ പ്രൈമറി സ്കൂൾ ഹാഡ് നൗ ബിക്കം എ ഹൈസ്കൂൾ. അവിടെ ഉണ്ടായിരുന്ന പ്രൈമറി സ്കൂള് ഹൈസ്കൂളായി ഉയർത്തപ്പെട്ടു. There was a cinema under the tin shade and cotton ginning mill. പിന്നെ ഒരു സിനിമ തിയേറ്റർ ഓപ്പൺ ആയി, അതുപോലെ തന്നെ ഒരു മില്ലും, കോട്ടൺ ഗൈനിങ് മിൽ, ഒരു കോട്ടൺ മില്ല് ഓപ്പൺ ആയി. ദ മെയിൽ ട്രെയിൻ ഓൾസോ സ്റ്റോപ്ഡ് അറ്റ് ദെയർ റെയിൽവേ സ്റ്റേഷൻ. അതുപോലെ മെയിൽ ട്രെയിനുകൾ ഉണ്ടല്ലോ, മെയിൽ അതുപോലെ എക്സ്പ്രസ് എന്നൊക്കെ പറയില്ല, അതുപോലെ മെയിൽ ട്രെയിന് അവരുടെ റെയിൽവേ സ്റ്റേഷനിൽ നിർത്താൻ തുടങ്ങി. ഇതൊക്കെയാണ് അവിടെ വന്ന മാറ്റം. Why did Ramlal's wife agree to the proposal of ബിഷാംപർ? ബിഷാംപർ എന്ന് പറഞ്ഞ ആളെ പ്രൊപ്പോസൽ വന്നപ്പോ രാംലാലിന്റെ ഭാര്യ അഗ്രി ചെയ്തു, സമ്മതിച്ചു. എന്തുകൊണ്ടാണ് അങ്ങനെ അഗ്രി ചെയ്തത് എന്നാണ് ചോദ്യം. Ramlal's wife thought ബിഷാംപർ to be a rich person with a big shop. വലിയൊരു ധനികരായ ഒരു വ്യക്തിയാണ് ഇദ്ദേഹം എന്നാണ് ബോലിയുടെ അമ്മ കരുതിയത്. ഒരു വലിയ ഷോപ്പൊക്കെ ഉള്ള, വലിയ വീട്, നല്ല ബാങ്ക് അക്കൗണ്ട്, ബാങ്ക് ബാലൻസ്, ഗുഡ് ബാങ്ക് ബാലൻസ് ഒക്കെ ഉണ്ടാവും വിചാരിച്ചു. ഹി ഡിഡ് നോട്ട് ആസ്ക് ഫോർ ഡൗറി ഓൾസോ. അയാളാണെങ്കിൽ സ്ത്രീധനം ഒന്നും ചോദിച്ചതുമില്ല അവരുടെ അടുത്ത്. അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ അഗ്രി ചെയ്തത്. രാംലാലിന്റെ ഭാര്യ ബോലിക്ക് വന്ന പ്രപ്പോസൽ നടത്താം എന്ന് പെട്ടെന്ന് പറയാനാണ് കാരണം ഇതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഡിഡ് the woman do as Boli was going to be garlanded? The woman lifted the veil over Boli's face as she was going to be garlanded, remained poisoned in his hands. അടുത്ത ക്വസ്റ്റ്യന്റെ ആൻസർ, the woman lifted the veil over Boli's face as she was going to the garlanded remained poised in her hands. The woman lifted the veil over Boli's face as she was going to garlanded remained poised in her hand. അപ്പോൾ മാല ഇടാൻ പോകുന്ന സമയത്ത് ബോലിയുടെ മുഖത്തേക്ക് ആ സ്ത്രീ ആ വെയിൽ പോലത്തെ എടുത്തിട്ട് വെച്ചു എന്നാണ് പറയുന്നത്. അപ്പൊ മാല ഇടാൻ സമ്മതിച്ചില്ല എന്നാണ് അർത്ഥമാക്കുന്നത്. വാട്ട് വാസ് ദ റിയാക്ഷൻ ഓൺ ബ്രൈഡ് ഗ്രൂം? അപ്പൊ ബ്രൈഡ് ഗ്രൂം, ചെക്കനും പെണ്ണിന്റെയും മുഖത്തുണ്ടായിരുന്ന ഭാവം, റിയാക്ഷൻ എന്താണെന്ന്. ദ ബ്രൈഡ് ഗ്രൂം took a quick glance and garland remained posed in hands. അപ്പൊ അവര് മാല ഇടാൻ ഇങ്ങനെ വെച്ച് പോസായി നിന്നു. അതായത് മാല ഇടുകയും ചെയ്തില്ല, പിന്നിലേക്ക് എടുക്കുകയും ചെയ്തില്ല. അതങ്ങനെ സ്റ്റില്ലായി നിന്നു ഈ സംഭവം ഉണ്ടായപ്പോ. വാട്ട് കണ്ടീഷൻ ഡിഡ് ബിഷാംപർ പുട്ട് അപ്പ് ഫോർ മാരേജ്? മാരേജിന്, ഈ കല്യാണത്തിന് ബിഷാംപർ പറഞ്ഞ ഒരു കണ്ടീഷൻ എന്തായിരുന്നു? ബിഷാംപർ ആസ്ക് ഫോർ 5,000 rupees ബിഫോർ ദ മാരേജ്. കല്യാണത്തിന് മുന്നേ 5,000 രൂപ വേണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്. ഇനി അടുത്ത പാരഗ്രാഫിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് വാസ് ബോലീസ് റിപ്ലൈ? ബോലിയുടെ റിപ്ലൈ എന്തായിരുന്നു? ബോലി റിപ്ലൈഡ് ദാറ്റ് ഷീ വുഡ് സെർവ് ഹെർ പാരന്റ്സ് ഇൻ ദെയർ ഓൾഡ് ഏജ് ആൻഡ് വുഡ് ഓൾസോ ടീച്ച് ഇൻ ദ സെയിം സ്കൂൾ ദാറ്റ് ഹാഡ് ഗിവൺ സോ മച്ച് ടു ഹെർ. അപ്പോൾ ബോലി തന്റെ പാരന്റ്സിനെ ഓൾഡ് ഏജ്, പ്രായമാവണ സമയത്തൊക്കെ നോക്കാൻ അവിടെ ഉണ്ടാവും. അതുപോലെ തന്നെ താൻ പഠിച്ച സ്കൂളിൽ തന്നെ ജോലി ചെയ്യാനുമാണ് തീരുമാനിച്ചത് എന്നാണ് ബോലി പറഞ്ഞത്. വൈ ഡിഡ് ദ ടീച്ചർ ഗേവ് എ സ്മൈൽ ഇൻ ഹെർ ഐസ്? ടീച്ചർ അവളെ കണ്ണിൽ നോക്കി എന്തിനാണ് ചിരിച്ചത്? ടീച്ചർ വാസ് സ്മൈലിംഗ് ദാറ്റ് ദ എഡ്യൂക്കേഷൻ ഗിവൺ ബൈ ഹെർ മെയ്ഡ് ബോലി സെൽഫ് കോൺഫിഡൻറ്റ്. ടീച്ചർ നൽകിയ വിദ്യാഭ്യാസം, ടീച്ചർ പഠിപ്പിച്ച അതിൽ നിന്നാണ് ബോലിക്ക് ഇത്രയും സെൽഫ് കോൺഫിഡൻസ് നേടാൻ സാധിച്ചത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആൻസർ ഇൻ 30 to 40 words. കുറച്ച് വലിയ ക്വസ്റ്റ്യൻ ആൻസർ ആണ്. വൈ ബോലി വാസ്
considered as a backward and introvert child. എന്തുകൊണ്ടാണ് ബോലിയെ ഒരു രണ്ടാം തരം കുട്ടിയായിട്ട് കണക്കാക്കിയത്? Boli had been fallen off once from the cot and some part of her brain was damaged. ബോലി ചെറുതാവുന്ന സമയത്ത് കിടക്കയിൽ നിന്ന് താഴേക്ക് വീഴുകയും അങ്ങനെ ബ്രെയിനിൽ ചെറിയൊരു ഡാമേജ് സംഭവിക്കുകയും ചെയ്തു. After 2 years, Boli had an attack of smallpox when she was only 2 years old. പിന്നീട് ഏകദേശം 2 വർഷമായപ്പോൾ ഒരു സ്മോൾ പോക്സ് ഉണ്ടാവുകയും അസുഖം ബാധിക്കുകയും ചെയ്തിരുന്നു. It left black mark on her whole body. അങ്ങനെ ആ അസുഖം വന്നതിന് ശേഷം ശരീരം ഒട്ടാകെ കറുപ്പ് കളറിലുള്ള ചെറിയ ഡോട്ടുകൾ ഉണ്ടാവുകയും ചെയ്തു. Only her eyes remained intact. Boli stammered while speaking. സംസാരിക്കുമ്പോൾ വിക്ക് ഉണ്ടായിരുന്നു. She was laughed at and mimicked by children. കുട്ടികളൊക്കെ അവളെ നോക്കി എപ്പോഴും കളിയാക്കുകയും അവളുടെ ശബ്ദം ഒക്കെ അനുകരിക്കുകയൊക്കെ ചെയ്തിരുന്നു കളിയാക്കിയിട്ട്. All these caused her backward and introvert child. ഈ കാരണങ്ങളാൽ ആണ് അവൾ എപ്പോഴും ഒന്ന് പുറകോട്ട് നിൽക്കാനുള്ള കാരണം. അടുത്ത ക്വസ്റ്റ്യൻ, ബോലീസ് മീറ്റിംഗ് വിത്ത് ഹെർ ടീച്ചർ വാസ് ടേണിംഗ് പോയിന്റ് ഇൻ ഹെർ ലൈഫ്. ഇല്ലുസ്ട്രേറ്റ് ദിസ്. ബോലി ടീച്ചറെ കണ്ടുമുട്ടിയതാണ് അവളുടെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവായത്. അത് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാണ്, അതൊന്ന് ആവിഷ്കരിക്കാം. ബോലീസ് ടീച്ചർ വാസ് ദ ഫസ്റ്റ് പേഴ്സൺ ഹു ഷോഡ് ഹെർ റെസ്പെക്ട് ആസ് ആൻ ഇൻഡിവിജ്വൽ. ബോലിയുടെ ടീച്ചറാണ് ബോലിക്ക് ആദ്യമായിട്ടൊരു വില നൽകിയത് അല്ലെങ്കിൽ ഒരു പ്രാധാന്യം നൽകിയത്. സ്വന്തം വീട്ടിൽ വരെ അവഗണിക്കപ്പെട്ട ഒരു കുട്ടിയായിരുന്നു ബോലി. ആ കുട്ടിക്ക് ആദ്യമായി ടീച്ചറാണ് ഒരു പ്രാധാന്യം നൽകി അല്ലെങ്കിൽ അവൾക്ക് ഒരു റെസ്പെക്ട് ഒക്കെ കൊടുത്തത്. Earlier she was neglected and treated as a dumb cow. ഒരു എന്താ പറയാ, യാതൊരു വിധ വിലയും അവരുടെ വീട്ടിൽ അതിനു മുമ്പ് കൊടുത്തിട്ടില്ല ഈ കുട്ടിക്ക്. But she learned reading book and got a decision under her teacher's guidance. അപ്പോൾ ടീച്ചറെ ഗൈഡൻസ് പ്രകാരമാണ് ഒരു ഡിസിഷൻ ഒക്കെ എടുത്തത്. She also learned to be self-confident and self-reliant. അപ്പോൾ സ്വയം പര്യാപ്തയും എന്താ പറയുക സെൽഫ് കോൺഫിഡൻസ് ഒക്കെ ഈ കുട്ടിക്ക് ലഭിച്ചത് അതിനുശേഷമാണ്. Now she was able to take her decision in life and did not let anyone push her into marriage. ഇപ്പോൾ ജീവിതത്തിൽ സ്വന്തമായി തീരുമാനം എടുക്കാനൊക്കെ പ്രാപ്തി ആ കുട്ടിക്ക് നേടി. അതുപോലെ സ്വന്തം കാര്യം മറ്റൊരാൾ തീരുമാനിക്കേണ്ട ഗതി വരാത്ത പോലെ ആ കുട്ടി അത്രയും സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാവാനുള്ള കാരണം ഇതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, സൊസൈറ്റി ഈസ് ബൈ ആൻഡ് ലാർജ് ഇൻസെന്റീവ് ടു എ പേഴ്സൺ ഹു ഡസ് നോട്ട് ഫിറ്റ് ഇൻ ടു കോൺസെപ്റ്റ് ഓഫ് നോർമൽ. ഇല്ലുസ്ട്രേറ്റ് ദിസ് വിത്ത്. ഇപ്പൊ ഈ കാര്യം ഈ ഒരു പറഞ്ഞ സെന്റൻസിൽ സമൂഹത്തിൽ കാര്യം ബോലിയുടെ ഭാഗത്തുമായി പാഠവുമായി ബന്ധപ്പെട്ട് പറയുന്നു. ബോലിന്റെ കേസുമായി ബന്ധപ്പെട്ട് സമൂഹത്തിന്റെ ഈ ഒരു മനോഭാവത്തെ കുറിച്ച് പറയുന്നു. എ പേഴ്സൺ who had got some physical deformity or mental illness is abstracted by the society. മാനസികമായോ ശാരീരികമായോ എന്തെങ്കിലും വൈകല്യങ്ങളോ ബുദ്ധിമുട്ടുകളോ ഉള്ള ആളുകളെ സമൂഹം രണ്ടാം തരത്തിലാണ് എപ്പോഴും കാണുന്നത്. Boli's mother was not ready to send her to school and did not treat her well. ബോലി ഈ കുട്ടിയുടെ അമ്മ വരെ ഈ കുട്ടിയെ സ്കൂളിൽ വിടാനോ അല്ലെങ്കിൽ ബാക്കിയുള്ള കുട്ടികളെ പോലെ തന്നെ അതേ പ്രാധാന്യം കൊടുത്തുകൊണ്ടോ കൺസിഡർ ചെയ്യാനോ തയ്യാറായില്ല. സ്വന്തം വീട്ടിലത്തെ അവസ്ഥയാണ്. അപ്പോ നാട്ടിലുള്ള അവസ്ഥ എന്തായിരിക്കും എന്ന് ഓരോരുത്തർക്കും ഊഹിക്കാവുന്നതാണ്. Her friends also made her fun of stammering. വിക്ക് എന്നുള്ള ഒരു പ്രോബ്ലം ഉള്ളത് കൊണ്ടാണ് ആ കുട്ടിയുടെ കൂട്ടുകാർ പോലും ആ കുട്ടിയെ കളിയാക്കിക്കൊണ്ടിരുന്നു. When she spoke against the mismatched marriage with a lame and old person, people call her shameless. സ്വന്തം കല്യാണം വന്നപ്പോ ഇത് വേണ്ട എന്നുള്ളത് തിരിച്ചു പറഞ്ഞപ്പോ ആളുകൾ അവിടെ ഷെയിംലെസ് എന്ന് പറഞ്ഞു. യാതൊരു മടിയില്ലാത്ത നാണമില്ലാത്ത എന്നൊക്കെ അർത്ഥത്തിൽ കളിയാക്കാൻ തുടങ്ങി. ഷെയിംഫുൾ. ഇത്രയാണ് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. കേഡ് ഓൺലൈൻ ക്ലാസ്സസിൽ ജോയിൻ ചെയ്ത വിദ്യാർത്ഥികൾക്ക് വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയ ഓൺലൈൻ ക്ലാസ്സുകളാണിത്.
ഈ ക്ലാസ്സുകളിൽ ഏതെങ്കിലും ഭാഗത്ത് ചാപ്റ്ററിൽ എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ 9746006166 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്തോ അല്ലെങ്കിൽ കോൾ ചെയ്തോ ചോദിക്കാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ് കെയർ ഓൺലൈൻ ക്ലാസ്സസ്. താങ്ക് യു.